മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഔട്ട്ഡേറ്റഡ് ആയോ അതോ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുള്ള ജോലി സാധ്യതകൾ വളരെ കുറവാണോ? നമുക്ക് നോക്കാം. ഹായ്, ദിസ് ഈസ് നീതു മാത്യു, സിഇഒ ഓഫ് ആന്റൺസ് മെഡിക്കോഡ്. ആഗോള മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ മാർക്കറ്റ് 2023-നും 2035-നും ഇടയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റുകൾക്കായി ചൂണ്ടിക്കാട്ടുന്നത്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് വളരെ ഷോർട്ട് ടേം ആയി ചെയ്യുന്ന, അതായത് വെറും 4 മാസം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു കോഴ്സാണ്. അപ്പൊ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, ഇത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണോ എന്നത്. അല്ല, ഇത് തികച്ചും തെറ്റായൊരു ധാരണയാണ്. +2 ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് പോലും വളരെ എളുപ്പത്തിൽ 4 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കോഴ്സാണിത്. ആന്റൺസ് മെഡിക്കോഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 4 മാസത്തെ പ്രോഗ്രാം ആയിട്ടാണ്. 4 മാസത്തെ പ്രോഗ്രാമിൽ കുട്ടി എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബേസിക് ആയി അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി ആൻഡ് ഹ്യൂമൻ അനാറ്റമി ആണ്. ഫസ്റ്റ് മന്ത് തുടങ്ങിയിട്ട് തന്നെ അവർക്ക് ടൈപ്പിംഗ് സെഷൻസിന്റെ ക്ലാസ്സസും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ബേസിക് ആയിട്ടുള്ള ടൈപ്പിങ്ങിന് ശേഷം അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ടൈപ്പിങ്ങിലേക്കാണ് ഒരു വിദ്യാർത്ഥി പോകുന്നത്. അതിൽ മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ആയിട്ടും സർജിക്കൽ ആയിട്ടുമുള്ള ഹാൻഡ് റിട്ടൺ ആൻഡ് ഓഡിയോ ഫയൽസ് ആണ് നമ്മൾ ഈ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ടൈപ്പിംഗ് സ്പീഡും ആക്യുറസിയും. നല്ല രീതിയിലുള്ള ടൈപ്പിങ്ങിലുള്ള ട്രെയിനിങ് മൂലം ഫസ്റ്റ് മന്ത് തുടങ്ങി ഒരു 4th മന്ത് ആകുമ്പോഴേക്കും ഒരു വിദ്യാർത്ഥി നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലോട് കൂടിയിട്ടാണ് ആന്റൺസിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഈ എല്ലാ ട്രെയിനിങ്ങിനും ഉപരി ഒരു വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സെഷൻ ഫേസ് ചെയ്യാനുള്ള എക്സ്ട്രാ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് സെഷൻസും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസ്സസും കൂടി ഈ ഒരു കരിക്കുലത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ല രീതിയിൽ ആന്റൺസിൽ നിന്നും 4 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇന്റേൺഷിപ്പ് സർവീസസും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സർവീസസുമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണ് വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നതെങ്കിൽ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസുകളിൽ ഡോക്ടേഴ്സിന്റെ അടുത്തിരുന്ന് അവർക്ക് ഫയലുകളെ പറ്റി ഡിസ്കസ് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനുമുള്ള അവസരമാണ് അവർക്ക് കിട്ടുന്നത്. പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ ഡയറക്ട്ലി അവർ പ്ലേസ്ഡ് ആവുന്നത് MNC കമ്പനികളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും അതുപോലെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലുമാണ്. ആന്റൺസിന്റെ 3 ബ്രാഞ്ചസ് എറണാകുളം, തൃശൂർ ആൻഡ് കണ്ണൂർ ബ്രാഞ്ചസിൽ നമുക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് വിത്ത് ലാബ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണോ? കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ജസ്റ്റ് കോൺടാക്ട് us. താങ്ക് യു.